ഹലോ ഗൈസ്, വെൽക്കം ടു മൈ എൻഗേജ്മെൻറ്റ് തലേദിവസം പരിപാടികൾ. സോ നമ്മൾ രാവിലെ 8 മണിക്ക് തന്നെ മെഹന്തി വെച്ച് തന്നെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. മെഹന്തി ബൈ ദേവു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു നമ്മുടെ മെഹന്തി ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത്. 1 മണിക്കൂറും കൊണ്ട് തന്നെ നമ്മുടെ മെഹന്തിയുടെ പരിപാടിയൊക്കെ തീർന്നു. കാരണം എൻഗേജ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു നമ്മൾ ദേവുവിന് കൊടുത്തിരുന്ന റെഫറൻസ്. അതും ദേവു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തന്നു. അങ്ങനെ മെഹന്തി ഒന്ന് ഉണങ്ങി സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ നെയിൽസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. നമ്മൾ പനമ്പിള്ളിയിലുള്ള നെയിൽസ് ബൈ ഋതു മദൻ എന്ന് പറഞ്ഞിട്ടുള്ള നെയിൽ സലോണിലാണ് വന്നേക്കുന്നത് നെയിൽസ് ചെയ്യാനായിട്ട്. ഞങ്ങൾ നേരത്തെ പിന്നിൻട്രസ്റ്റ് എല്ലാം നോക്കി ഡിസൈഡ് ചെയ്തു നമുക്ക് ഏത് നെയിൽസാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ട്രാജഡി പറ്റിപ്പോയി. ഇതായിരുന്നു നമ്മൾ ഓൾറെഡി ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിരുന്ന നെയിൽസ്. പക്ഷെ കഴിഞ്ഞ തിരുവാതിരയ്ക്ക് നമ്മളിട്ട മെഹന്തിയുടെ സ്റ്റെയിൻ ഇപ്പോഴും നെയിൽസിലുള്ളത് കൊണ്ട് നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ലുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു പിങ്ക് കളറിലെ ക്യാറ്റ് ഐ നെയിൽസ് വിത്ത് ഫോളിംഗ് ഗ്ലിറ്റർ ആർട്ട് വർക്ക്, അതാണ് നമ്മൾ ചെയ്തത്. ഈ പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഇതിന്റെ മേളിൽ ഗോൾഡൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആദ്യം കളിച്ചാൽ ഇത് ഓൾറെഡി നെയിലാട്ടാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന കളറാണ് ഇത്. ഞാൻ നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞിട്ട് എടുത്താണ്. സ്റ്റിൽ ലുക്കിംഗ് സോ പ്രിറ്റി. അപ്പോൾ നമ്മൾ പനമ്പിള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇവന്റ് നടക്കുന്ന ലൊക്കേഷനിലോട്ടൊന്ന് വന്നേക്കണേ. ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അറിയാനായിട്ട്. നമ്മളിങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഹെറിറ്റേജ് സ്പോട്ടിലായിരുന്നു നമ്മുടെ ഇവന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അശോകപുരത്ത് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കണ്ടുവരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷേ ഇത് ഒരുപാട് നാളായിട്ട് ഇവന്റിനും കാര്യങ്ങൾക്കൊന്നും കൊടുക്കാറുണ്ടായില്ല. ബട്ട് താങ്ക്സ് ടു രവി തോമസ് സർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഇവന്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ചേട്ടന്മാരൊക്കെ ഇവിടെ സെറ്റിംഗിൽ ബിസിയാണ്. ഇവിടെ നമ്മുടെ അച്ഛനും ചേട്ടന്മാരും ശംഭുയുടെ ഫ്രണ്ട്സും മിൽഡേ എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്തൊക്കെയൊക്കെയോ ടാസ്കിൽ സ്ട്രെസ്ഡ് ആയിരുന്നു. എൻ്റെ തലേദിവസത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ ലൈവ് പോകണത്, കറക്റ്റായിട്ട് ലൈവ് പോകണം, കറക്റ്റ് സമയത്ത് തുടങ്ങണം, കറക്റ്റായിട്ട് ലൈവ് ആയാറാവോ, അതൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെടാൻ നിന്നില്ല. ഇന്നലെ വരെ നമ്മൾ ബാക്കി എല്ലാ സെറ്റിങ്ങും ഓരോരോ കാര്യങ്ങളുടെ പുറകെ നടന്ന് ചെക്കിംഗ് ആയിരുന്നു. ഇനി ബാക്കിയെല്ലാം വരണ പോലെ വരട്ടെ. ഇത് ഇവിടുത്തെ ഇൻഡോർ ഹോളാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത്. നമ്മൾ പരിപാടി ഔട്ട്ഡോറും ഫുഡ് ഇൻഡോറും അങ്ങനെയാണ് സാധനം സെറ്റ് ചെയ്തത്. വീട്ടിലെ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ആണ്. പിന്നെ നമ്മുടെ ഈവനിങ് കലാപരിപാടികളായിരുന്നു. അപ്പോൾ അമ്മ നമ്മുടെ അടുത്ത് പറയായിരുന്നു ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സർപ്രൈസ് ആണെന്ന്. അപ്പോൾ അന്നാണ് നമ്മൾ അറിയുന്നത് കൈകൂട്ടിപ്പാട്ടാണെന്ന്. പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് കലാപ്രേമികളായതുകൊണ്ട് നമ്മൾ നോ പറഞ്ഞില്ല, അങ്ങോട്ട് കളിച്ച് തകർക്കാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ വന്നപ്പോൾ മൊത്തത്തിൽ വീട്ടിലൊരു ഫെസ്റ്റിവൽ വൈബായി. ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഗ്രൂപ്പാണ്. ശ്രീകൃഷ്ണ കൈകൊട്ടിക്കള സംഘം എന്നാണ് പേര്. ഇവർ ഒരുപാട് ഫംഗ്ഷൻസിനൊക്കെ പോകാറുള്ളതാണ്. അപ്പോൾ അമ്മേനോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് കളിക്കാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ കലാപരിപാടി കഴിയുമ്പോഴത്തേക്കും വെളുപ്പിനെ പിന്നെ നമ്മൾ ഹാർഡ്ലി 2 മണിക്കൂർ ഉറങ്ങിയിട്ട് വെളുപ്പിന് 4 മണിക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വന്നേക്കുവാണ്.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബ്രൈഡും ഗ്രൂമും ബ്രൈഡ്സ്മെയ്ഡ്സും ഗ്രൂംസ്മെന്നുമായിട്ട് ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂർ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഈ വെളുപ്പിനെ വന്ന് മേക്കപ്പ് ഇടുന്നത്. നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. എന്നെ കാണാനാ കൊള്ളാം. സ്ഥിരമാക്കിയതില്ല ഇടയ്ക്ക് എന്നെ വിളിക്കണം.